بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സിലെ സൂറത്ത് ഫാത്തിർ നമ്മൾ പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറത്ത് ഫുസ്സിലത്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് ഫുസ്സിലത്ത് എല്ലാവരും ഒന്ന് എടുക്കുക. 477-ാമത്തെ പേജിൽ കാണാം. നാനൂറ്റി 477-ാമത്തെ എടുത്താ സൂറത്ത് ഫുസ്സിലത്ത് മക്കിയായ സൂറത്ത്. മക്കിയ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഖബലൽ ഹിജ്റ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് മുമ്പ് അവതീർണമായ സൂറത്താണ് സൂറത്ത് ഫുസ്സിലത്ത്. 54 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. ഈ സൂറത്തിന് വേറെ പേരുകളുണ്ട് അല്ലെ? ഹാമീം സജദ എന്ന് പറയും. ഹാമീം സജദ. ഈ സൂറത്തിൽ സുജൂദിന്റെ, അതായത് തിലാവത്ത് ചെയ്യുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യേണ്ടുന്ന സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഹാമീം സജദ എന്ന് പറയുന്നത്. എന്നാൽ പ്രബലമായ അഭിപ്രായം അതില് സൂറത്ത് ഫുസ്സിലത്ത് എന്ന പേരാണ് നമുക്ക് പ്രബലമായി കാണാൻ കഴിയുന്ന തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. വേറെയും ചില പേരുകളൊക്കെ കാണാം. സൂറത്തുൽ ഔഖാത്ത് എന്ന് പറയും. കൂത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അതുമായി ബന്ധപ്പെട്ട ഒരു പേര് ചില തഫ്സീറിലൊക്കെ കാണുന്നുണ്ട്. എന്തായിരുന്നാലും നമുക്കറിയാം, മക്കിയായ സൂറത്തുകളിൽ പ്രധാനമായും വിശ്വാസപരമായ കാര്യങ്ങളാണ്, അഖീദപരമായിട്ടുള്ള വിഷയങ്ങൾ. അതേപോലെ തന്നെ പ്രവാചകന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട, ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും മക്കിയായ സൂറത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിധി നിയമങ്ങൾ അല്ലെങ്കിൽ വിധിവിലക്കുകൾ, നിയമങ്ങളൊക്കെ മദനിയായ സൂറത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഈ സൂറത്ത്, ഇതിലെ തുടക്കത്തിലുള്ള ചില ആയത്തുകൾ, ആ ആയത്തുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് 1 മുതൽ 12 വരെയുള്ള ആയത്തുകൾ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകതകൾ ആയത്തുകൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചു. ശത്രുക്കൾ പല നിലക്കും പ്രവാചകൻ തകർക്കാനും അതേപോലെ തന്നെ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ, അതായത് ഈ പ്രബോധനം ഒന്ന് നിർത്തിവെക്കണം,
അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മക്കയിലുള്ള മുശ്രിക്കുകൾ അവരൊരാളെ നിശ്ചയിക്കുകയാണ്. അപ്പൊ കുറെ ആളുകൾ അവരിങ്ങനെ അന്വേഷിച്ചപ്പോ അവർക്ക് ഒരാളെ നന്നായി ബോധിച്ചു. ആ ആളെ പേര് ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന മനുഷ്യരായിരുന്നു. ഉത്ബത്ത് ബിൻ റബീഅ. അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ഹദീസിലൊക്കെ ആ ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. പ്രവാചകന്റെ അരികിലേക്ക് ആ മനുഷ്യൻ ചെല്ലുകയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അൻത ഖൈറുൻ അം അബ്ദുള്ള. മുഹമ്മദ്, നീയാണോ അതല്ല നിന്റെ പിതാവായ അബ്ദുള്ളയാണോ ഉത്തമനായ? ആരാണ് ഉത്തമൻ? ഫസക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല, ശബ്ദത പാലിച്ചു. ഉത്ബ വീണ്ടും ചോദിക്കുകയാണ്, അൻത ഖൈറുൻ അം അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, നീയാണോ ഉത്തമൻ അതല്ല നിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണോ ഉത്തമനായിട്ടുള്ളത്? ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദത പാലിച്ചുകൊണ്ടാണ്. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും തുടരുകയാണ്, ഫഇൻ കുൻത തസ്ഉമു അന്ന ഹൗലാഇ ഖൈറുൻ മിൻക ഫഖദ് അബദുൽ ആലിഹത അല്ലതി അഇദ്ത. ഇവരെല്ലാം ഈ പറയപ്പെട്ട അബ്ദുള്ളയും അബ്ദുൽ മുത്തലിബും ഒക്കെ നിന്നേക്കാൾ ഉത്തമന്മാരായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെ, ദൈവങ്ങളെ അവരും ആരാധിച്ചു വന്നവരാണ്. വഇൻ കുൻത തസ്ഉമു അന്നക ഖൈറുൻ മിൻഹും ഫതകല്ലമ ഹത്താ നസ്മഅ ഖൗലക. അവരെക്കാൾ ഉത്തമൻ നീയാണ് എങ്കിൽ, അല്ലെ നീയാണെന്ന് പറയുന്നു എങ്കിൽ നീ ഒന്ന് സംസാരിക്കും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് ഉത്ബത്ത് ബിൻ റബീഅ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. വീണ്ടും പറയുന്നത്, ഇന്നാ വല്ലാഹി മാ റഅയ്നാ സഖലത്തുൻ ഖത്തുൻ അശ്അമ അലാ ഖൗമിക മിൻക. അല്ലാഹുവാണ് സത്യം, ഈ ജനതയിൽ നിന്നേക്കാൾ ലക്ഷണം കെട്ടവൻ മറ്റാരും ഉണ്ടായിട്ടില്ല. പ്രവാചകനെ കുറിച്ച് പറയണം, ഫറഖ്ത ജമാഅതന, നീ ഞങ്ങൾക്കിടയിലുള്ള ഐക്യത്തെ തകർത്തിരിക്കുന്നു, ശിഥിലമാക്കിയിരിക്കുന്നു. വശത്തത്ത അമ്രന, നീ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആകെ താറുമാറാക്കിയിരിക്കുന്നു. വഇദ്ത ദീനന, നീ ഞങ്ങളുടെ മതത്തെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. വഫളഹ്തന ഫിൽ അറബ്, അറബികളുടെ മുമ്പിൽ നീ ഞങ്ങളെ അപമാനിച്ചിരിക്കുന്നു. അയ്യുഹർ റജുൽ, അല്ലയോ മനുഷ്യ, ഇൻ കാന ഇന്നമാ ബികൽ ഹാജതു ജമഅനാ ലക ഹത്താ തകൂന അഗ്ന ഖുറൈശിൻ റജുല. ഈ സാമ്പത്തികമായി വല്ല നേട്ടവുമാണ് ഈ പ്രബോധനത്തിന്റെ പിന്നിൽ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ജമഅനാ ലക, ഞങ്ങൾ നിനക്ക് വേണ്ടി ശേഖരിച്ചു തരാം. ഹത്താ തകൂന അഗ്ന ഖുറൈശിൻ റജുല, ഖുറൈശികളിൽപ്പെട്ട ഏറ്റവും വലിയൊരു ധനികനാക്കി നിന്നെ ഞങ്ങൾ മാറ്റിത്തരാം. സമ്പത്താണ് ആഗ്രഹിക്കണമെങ്കിൽ സമ്പത്ത് തരാം. വഇൻ കാന ഇന്നമാ ബികൽ ബാഅതു ഫഖ്തർ, നീ അയ്യിരിസാഇ ഖുറൈശി, അതല്ല നീ വിവാഹമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം. ഫൽ നുസബ്ബിജക അശ്റ, വേണമെങ്കിൽ 10 പേരെ ഞങ്ങൾ എന്ത് ചെയ്യും, 10 സ്ത്രീകളെ നിനക്ക് സുന്ദരികളായ മക്കയിൽ ഏറ്റവും നല്ല കുലീനതയുള്ള സ്ത്രീകളെ നിനക്ക് വിവാഹം ചെയ്തു തരാം. ഇതൊക്കെ എന്തിനാ പറയണത്? ഈ പ്രബോധനം, ഇസ്ലാമിക പ്രബോധനം അവസാനിപ്പിക്കണം. കാരണം എന്താണ്, ആളുകളത് ഹക്ക് മനസ്സിലാക്കി ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ തങ്ങളുടെ കാലിൻ ചുവട്ടിലുള്ള മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോ അവരിങ്ങനെ പ്രകോപനത്തിലൂടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ദഅവത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതൊക്കെ കേട്ട് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അവസാനം ചോദിക്കണം, പറ നിങ്ങൾക്ക് കഴിഞ്ഞോ?
പറഞ്ഞു കഴിഞ്ഞോ? അപ്പോ ഖാല നഅം, അതെ കഴിയും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം തൻസീൽ മിനർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത്, അതായത് സൂറത്ത് ഫുസ്സിലത്തിന്റെ ഏകദേശം ഒരു 12 ആയത്തോളം ആദ് സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം ഉൾക്കൊള്ളുന്ന ആ വചനങ്ങളാണ്ട് പാരായണം ചെയ്ത് കൊടുത്തു. അവിടെ എത്തിയപ്പോ ആ മുൻ സമുദായങ്ങളെ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആയത്തിൽ എത്തിയപ്പോ ഈ ഉറത്തുക പറയാണ്, ഹസ്ബുക്ക ഹസ്ബുക്ക, മതി, നിർത്തിക്കാം, ഇനി വേണ്ട. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഫറജഅ ഇലാ ഖുറൈശി ഫഖാലു, അതായത് അദ്ദേഹം നേരെ മടങ്ങിപ്പോവാണ്. അദ്ദേഹം പോകുമ്പോ അദ്ദേഹം വിശ്വാസിയായോ എന്ന് പോലും മക്കയിലുള്ള അദ്ദേഹത്തെ പറഞ്ഞയച്ച ആളുകൾക്ക് മനസ്സിലായി എന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് അത് തോന്നി. കാരണം എന്തോ ഒരു സ്വാധീനം അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് പോലും ബോധ്യപ്പെട്ടിരുന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങൾ, ഈ സൂറത്ത് സജ്ജതയിലെ ആമീൻ സജ്ജതയിലെ ഈ തുടക്ക വചനങ്ങൾ ശത്രുക്കളിൽ പോലും എന്താണ് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷെ അദ്ദേഹം വിശ്വാസിയാൻ തയ്യാറായിട്ടില്ല. മറ്റു പല കാരണങ്ങളാലൊക്കെ എന്തെങ്കിലും പ്രവേശികൾക്ക് അനുകൂലമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും അവർ നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഈ സൂറത്തിന്റെ തുടക്ക വചനങ്ങൾക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും നമ്മളത് അതിന്റെ തുടക്ക വചനങ്ങളൊന്ന് പാരായണം ചെയ്തിട്ട് നമുക്ക് വിശദീകരണത്തിൽ കിടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم تنزيل من الرحمن الرحيم. كتاب فصلت آياته قرآنا عربيا لقوم يعلمون. كتاب فصلت آياته قرآنا عربيا لقوم يعلمون. بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم تنزيل من الرحمن الرحيم. كتاب فصلت آياته قرآنا عربيا لقوم يعلمون. بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. ഈ സൂറത്തിന്റെ തുടക്കം നിങ്ങൾ ചില സൂറത്തിന്റെ ഒക്കെ തുടക്കത്തിൽ അലിഫ് ലാം മീം ഖാഫ് നൂൻ
അതായത് ഒരക്ഷരങ്ങൾ കൊണ്ട്, രണ്ടക്ഷരങ്ങൾ കൊണ്ടൊക്കെ തുടങ്ങുന്ന സൂറത്തുകൾ കാണാം. ഏകദേശം ഇന്നൊരു 29 സൂറത്തുകൾ അങ്ങനെയാണ്. തുടക്കത്തിൽ ഇങ്ങനെയാണ്, കേവലം അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് പറയാം. എന്താ പറയാ? ഹുറൂഫുൽ മുഖത്തഅ. ചേർത്താണ് എഴുതിയിട്ടുള്ളെങ്കിലും നമ്മളത് ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? വെവ്വേറെ ആയിട്ടാണ് പറയാം. ഹാമീം എന്നാണ് ചേർത്ത എഴുതുന്നത്, അല്ലെ? അവിടെ അല്ലെ? അതുപോലെ തന്നെ അലിഫ് ലാം എന്ന് പറഞ്ഞിട്ട് സാധാരണ പരിചയമുള്ളതാണ്. അലിഫ് ലാം. അപ്പൊ ഓരോന്നും അല്ലേ? അപ്പൊ അതിനാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയാം. ഇങ്ങനെയുള്ള കേവല അക്ഷരങ്ങളുടെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താ എന്നതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കുറെ വ്യാഖ്യാനങ്ങളൊക്കെ പല തഫ്സീറുകളൊക്കെ കാണാം, പല അഭിപ്രായങ്ങൾ പലതിനും, അലിഫ്ലാമിനും അതേപോലെ തന്നെ അലിഫ്ലാം റാ ഇതിനൊക്കെ. പക്ഷെ അതൊന്നും ഹദീസ് കൊണ്ടോ അല്ലെങ്കിൽ പ്രമാണങ്ങളെ കൊണ്ടൊന്നും സ്ഥിരപ്പെട്ടതല്ല. ഓരോ അഭിപ്രായങ്ങൾ മാത്രമായിട്ട് നമുക്ക് അതൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. തൻസീലും മിനർ റഹ്മാനിർ റഹീം. നസല എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങി എന്നാണ്, അല്ലെ? ഇറങ്ങി എന്ന് പറഞ്ഞാൽ നസല എന്ന് പറഞ്ഞാലോ ഇറക്കി എന്നാണ്. അപ്പൊ നസല യുനസ്സിൽ, അതിന് മുബാരി യുനസ്സിലു, അതിന് മസ്ദറാണ് തൻസീൽ, അവതരണം, ഇറക്കൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ തൻസീൽ അവതരണം അല്ലെങ്കിൽ അവതരിപ്പിക്കൽ. മിനർ റഹ്മാനി റഹീം. എന്തിന്റെ അവതരണത്തെ സംബന്ധിച്ചത് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ അവതരണം. അത് ആരിൽ നിന്നാണ്? മിനർ റഹ്മാനി റഹീം. റഹ്മാൻ റഹീം രണ്ടും അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ്. എന്താ റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും റഹ്മത്തിൽ നിന്നുള്ളതാണ്. റഹ്മാൻ എന്നുള്ള വാക്കും റഹീം എന്നുള്ള വാക്കും റഹ്മത്തിൽ നിന്ന് വന്നതാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിലുള്ള സംഗതിയാണ്. അതായത് അള്ളാഹു ആരാണ്? അവന്റെ ദാത്തിൽ അവൻ കാരുണ്യമുള്ളവനാണ്, അല്ലെ? എല്ലാറ്റിലും അവന്റെ കാരുണ്യം വിശാലമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ കാരുണ്യം മറ്റുള്ളവർക്ക് നൽകുന്നവൻ എന്നർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളായ, അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹു റഹ്മത്ത് ചെയ്യും. അതിനാണ് റഹീം എന്ന് പറയാം, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ 100 ഭാഗമാണ്. ആ 100ൽ ഒരു ഭാഗം മാത്രമാണ് അള്ളാഹു ദുനിയാവിൽ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. ബാക്കി 99 ഭാഗവും അവൻ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അത് ലഭിക്കുന്നത് ആർക്കാണ്? വിശ്വാസികൾക്ക് മാത്രമാണ്. അത് പൂർണ്ണമായിട്ട് അള്ളാഹു അവിടെ വെച്ച് അവർക്ക് നൽകുന്നതാണ്. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാതെ ജീവിക്കുന്നവർക്കും ഒരുപോലെ റഹ്മത്ത് ചൊരിയുന്നവൻ എന്നാണ് അർത്ഥം. റഹീം എന്ന് പറഞ്ഞാലോ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസികൾക്ക് മാത്രം പരലോകത്ത് അള്ളാഹു ചെയ്യുന്നവർക്ക് പ്രത്യേകം റഹ്മത്ത് ചൊരിയും. അതാണ് റഹീം എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാനിമൊഴിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഫാത്തിഹന്റെ വിശദീകരണത്തിൽ വായിക്കുമ്പോൾ അവിടെ വിശാലമായ രൂപത്തിൽ തന്നെ അവിടെ അദ്ദേഹം എടുത്ത് കൊടുക്കുന്നുണ്ട്. റഹ്മാൻ റഹീമിന്റെ വിശദീകരണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നിട്ടുള്ളത് മിനർ റഹ്മാനി റഹീം, പരമകാരുണികനിൽ നിന്നും കരുണാനിധി ആയിട്ടുള്ളവരിൽ നിന്നാണ് ഇതിന്റെ അവതരണം നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് തൻസീലുൽ അവതരണം. മിനർ റഹ്മാൻ പരമകാരുണികനിൽ നിന്നും റഹീം കരുണാനിധിയുമായിട്ടുള്ളവനിൽ നിന്നാണ് അതിന്റെ അവതരണം. നമ്മൾ പറഞ്ഞു റഹ്മാനും റഹീം എന്നുള്ളത് റഹ്മത്തിൽ നിന്ന് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചൊരിയുന്നവനാണ്. അതിന്റെ ഒരു ഭാഗമാണ് മനുഷ്യർക്ക്
ഉപകാരമുള്ള ഇഹപര ജീവിതത്തിൽ അവർക്ക് രക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ മഹത്തായ ഗ്രന്ഥം, ആ ഗ്രന്ഥം നമുക്ക് അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ റഹ്മത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഖുർആനിന്റെ അവതരണം അള്ളാഹുവിൽ നിന്നാണ്. അതല്ലാതെ അവർ പറയുന്നത് പോലെ, ശത്രുക്കൾ പറയുന്നത് പോലെ അത് സിഹറല്ല, അത് ഷെയറല്ല, കവിതയല്ല, മാരണമല്ല, അസാത്തീറുൽ അവ്വലീൻ, പൂർവികരുടെ കിട്ടുകഥകളല്ല. അല്ലെങ്കിൽ അവര് ഖുർആനെ സംബന്ധിച്ച് പറയാറുണ്ടായിരുന്നത് ആരോ എഴുതി കൊടുത്തതാണ്, വിവരമുള്ള ആരോ എഴുതി കൊടുത്തത് മുഹമ്മദ് ഇങ്ങനെ വായിക്കുന്നു. അപ്പൊ അതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇത് ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദൈവപ്രോക്തമായ ഗ്രന്ഥമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയണ കിതാബുൻ, ആ ഗ്രന്ഥം, ആ അവതരിപ്പിച്ചത് എന്താണ്? അത് ഗ്രന്ഥമാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം, വേദഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ്. ഫുസ്സിലത്ത് ആയാത്തുഹു, നമ്മൾ ഫുസ്സിലത്ത് എന്ന വാക്കിനർത്ഥം ഇതുവരെ പഠിച്ചില്ല. ഫുസ്സിലത്ത് ഈ ആയത്തിലാണ് ഫുസ്സിലത്ത് വന്നത്, അതുകൊണ്ട് അതിന് പേര് വന്നത്. ഫസ്സല യുഫസ്സിലു തഫ്സീൽ, അങ്ങനെ അതിന്റെ ഇത് വരുന്നത്. ഫസ്സല എന്ന് പറഞ്ഞാല് ബയ്യന എന്നതാണ് അർത്ഥം. അപ്പൊ ബയ്യന എന്ന് പറഞ്ഞാല് വിശദീകരിച്ചു, വിവരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഫസ്സല അതിന്റെ മജ്ഹൂൽ രൂപമാണ് ഫുസ്സില, വിവരിക്കപ്പെട്ടു, വിശദീകരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ബൊയ്യീനാണ്, ബയ്യനതിന്റെ ബൊയ്യനം. അപ്പൊ കിതാബുൻ അതൊരു ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ്. ഫുസ്സിലത്ത് ആയാത്തു, ആയത്തുൻ ജമഅൽ ആയാത്ത്. എന്താണ് ആയത്ത് എന്ന് പറഞ്ഞാല്? വചനം, ദൃഷ്ടാന്തം, ലക്ഷ്യം, ഇതൊക്കെ ഇതിനർത്ഥമാണ്. ആയാത്ത് എന്നുള്ള അതിന്റെ ബഹുവചനാണ്. അപ്പൊ എന്താണ്? ആയത്തുകൾ, വചനങ്ങൾ, അല്ലെങ്കിൽ എന്താണ് സൂക്തങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ കിതാബുൻ ആ വേദഗ്രന്ഥം, ഫുസ്സിലത്ത് ആയാത്തുഹു എന്താണ്? അതിലെ ആയത്തുകൾ എന്താണ്? വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആനൻ അറബിയ്യ, ഖുർആൻ എന്ന് പറയുന്നത് ശരിക്ക് പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അർത്ഥം. ഖുർആൻ അർത്ഥം ശരിക്ക് പാരായണം ചെയ്യപ്പെടുന്നതെന്നാണ്. എങ്ങനെ? അറബിയൻ, അറബി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നടത്തുക. അപ്പൊ അറബി ഭാഷയിലുള്ള ഒരു പാരായണ ഗ്രന്ഥം എന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ ആയത്തുകൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രന്ഥമാണ്. തൻസീൽ എന്ന് പറയില്ല, അവതരണം. എന്താ ഇവിടെ അവതരിപ്പിച്ചത്? അതിവിടെ പറഞ്ഞു, കിതാബൻ ഒരു ഗ്രന്ഥമാണ്. ഫുസ്സിലത്ത് ആയാത്തുഹു അതിലെ ആയത്തുകൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ അറബിയൻ അറബി ഭാഷയിലുള്ള ഒരു പാരായണ ഗ്രന്ഥമായിക്കൊണ്ട്. ആർക്ക്? ലിഖൗമി യഅലമൂൻ, ലിഖൗമി, ഖൗം എന്ന് പറഞ്ഞാല് ജനത, സമൂഹം. ലിഖൗമി എന്ന് പറഞ്ഞാല് ജനതയ്ക്ക് വേണ്ടി എന്നർത്ഥം. എങ്ങനെയുള്ള ജനതയാണ്? യഅലമൂൻ, അലിമ യഅലമു, ഇൽമ് എന്താണ്? അറിഞ്ഞു, മനസ്സിലാക്കി എന്നർത്ഥം. യഅലമൂ എന്ന് പറഞ്ഞാൽ അവർ അറിയുന്നവർ, മനസ്സിലാക്കുന്നുണ്ടാണ്. അപ്പൊ ലിഖൗമി യഅലമൂൻ എന്നാണ്. ആ ഖൗം എങ്ങനെയുള്ള ആൾക്കാരാണ്? വിവരമില്ലാത്ത ആൾക്കാരല്ല, പിന്നെ വിവരമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇങ്ങനെ വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. അല്ലേ? ഒന്നുകൂടെ നോക്കിയ ആയത്തിന്റെ അർത്ഥം. കിതാബുൻ ഒരു ഗ്രന്ഥം, വേദഗ്രന്ഥം. ഫുസ്സിലത്ത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയാത്തുഹു അതിലെ ആയത്തുകൾ, വചനങ്ങൾ. ഖുർആനൻ എങ്ങനെ? ഒരു പാരായണ ഗ്രന്ഥമായിക്കൊണ്ട്, അതിൽ പാരായണം ചെയ്യാനുള്ളതായിക്കൊണ്ട്. അറബിയൻ അറബിയിലുള്ള, അറബി ഭാഷയിലുള്ള. ലിഖൗമി ഒരു ജനതക്ക് വേണ്ടി. ആ ജനത ആരാണ്? യഅലമൂൻ അവർ അറിയുന്നവരാണ്, വിവരമുള്ളവരാണ്. അപ്പൊ അറിയുന്ന, വിവരമുള്ള
ജനതക്ക് ഒരു പാരായണ ഗ്രന്ഥമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ്. അറബി ഭാഷയ്ക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യമാണ് ഒന്നാമതായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് പ്രത്യേകം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണ്? മക്കയിലുള്ള പല മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകളും അറബി ഭാഷയിലൊക്കെ നല്ല കഴിവുള്ള ആളുകളായിരുന്നു. അല്ലെ, നിമിഷ കവികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒക്കാലയിലും അതേപോലെ തന്നെ ദുൽമജാസിലൊക്കെ അങ്ങനെയുള്ള ചന്തകളിലൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്, വലിയ സമ്മാനങ്ങളൊക്കെ ഓഫർ നൽകിയിട്ട് നിമിഷ കവിതകൾ ഒരു വിഷയമാണ് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള അർത്ഥം ചെയ്യും അവർ കവിത എന്ന് പറയുന്നത്. അപ്പൊ അറബി ഭാഷയിൽ നല്ല കഴിവുള്ള പരിജ്ഞാനമുള്ള ആളുകൾ അവിടെയുണ്ട്. അവർക്കിടയിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ പാരായണം കേൾക്കുന്നത്. പക്ഷെ അവരത് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അവരെന്താണ്, അവരുടെ അഹങ്കാരം അതിനവർ സമ്മതിക്കുന്നില്ല, കാണാനോ കേൾക്കാനോ അറിയാനോ. അപ്പോ അള്ളാഹു പറഞ്ഞു, ഇത് വിവരമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഉപകരിക്കും. അതാണ് അവിടെ പ്രത്യേകം ലിഖൗമി യഅലമൂൻ, അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്താണ് അതിലുള്ള വചനങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാനുള്ള കാരണം അതാണ്. രണ്ടാമതായി മനസ്സിലാക്കണം എന്താണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുള്ളതാണ്. ഖുർആനിൽ തന്നെ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് വളരെ ചുരുക്കി പറയും, എന്നാൽ വേറെ ചില സ്ഥലത്ത് എന്തുണ്ടാവും, അതിന്റെ ഒരു വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ചിലപ്പോൾ ആ സൂറത്തിൽ തന്നെ ഉണ്ടാവും, ചിലപ്പം വേറെ സൂറത്തിലേക്കും അതിന്റെ വിശദീകരണം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട്, വേർതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് ആയത്തിന്റെ ആശയം. ബശീറൻ വനദീറൻ ഫഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ബഷീർ, നദീർ നമ്മൾ കേട്ട് പരിചയിച്ച രണ്ട് വാക്കുകളാണത്. എന്താ ബഷീർ എന്ന് പറഞ്ഞാല്? ബഷീർ എന്ന് പറഞ്ഞാല് ബഷറ യുബശ്ശിറു ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, സുവിശേഷം അറിയിക്കുന്നവൻ എന്നാണ് ബഷീർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയാം, ബഷീറൻ വനദീറ. അത് ആ ഗ്രന്ഥം എന്താണ്? സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. വനദീറ, മുന്നറിയിപ്പ് നൽകുന്ന, താക്കീത് നൽകുന്ന ഗ്രന്ഥം കൂടി. ഇപ്പൊ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. എവിടെയാണ് ഖുർആനിൽ കാണാം, റസൂലൻ മുബശ്ശിരീന വമുൻദിരീന. പ്രവാചകന്മാരാരാണ്? അവര് സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്, താക്കീത് നൽകുന്നവരാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം എന്നുള്ളത് എന്താണ്? ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുക എന്നുള്ളത്. നിങ്ങൾ സൂറത്ത് ഇസ്രാ എന്ന് വിളിക്കും. സൂറത്ത് ഇസ്രാ 17-ാമത്തെ നമ്മുടെ സൂറത്ത് കഹ്ഫിന്റെ തൊട്ടടുത്തുള്ള സൂറത്താണ്. അതിലെ 200 ആ പേജ് നമ്പർ ഞാൻ പറഞ്ഞല്ല, 283-ാമത്തെ പേജ്, 283-ാമത്തെ പേജില് സൂറത്തുൽ ഇസ്രായിലെ 9-10 ആയത്തുകൾ. കഹ്ഫല്ല, കഹ്ഫിന് തൊട്ടടുത്തുള്ള സൂറത്തന്നെ, മുമ്പുള്ള സൂറത്ത്, കഹ്ഫിന് മുമ്പുള്ള സൂറത്ത്. കണ്ടില്ല? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വമു വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. 9-ാമത്തെയും 10-ാമത്തെ ഇതാണ് അതിന്റെ ആശയം. അതായത് ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ,
യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. യഹ്ദി അത് വഴി കാണിക്കുന്നു, മാർഗം കാണിക്കുന്നു. ലില്ലത്തി ഹിയ അഖ്വം ഏറ്റവും ശരിയായതിലേക്ക്. ആ ഗ്രന്ഥം മനുഷ്യരെ അവർക്ക് വഴി കാണിക്കുന്നുണ്ട്. എവിടേക്കാണ്? അഖ്വമായതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക് അവർക്ക് മാർഗം കാണിക്കുന്നുണ്ട്. അല്ലെ, മക്ക മുശ്രിക്ക് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പുള്ള ആ അവസ്ഥ നമുക്കറിയാം. ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അധപ്പതിച്ചൊരു സമൂഹമായിരുന്നു. അല്ലെ, മതപരമായിട്ടും ധാർമ്മികപരമായിട്ടും എല്ലാം ശാസ്ത്രീയപരമായിട്ടും ഒക്കെ അധപ്പതിച്ചൊരു സമൂഹം. എല്ലാ തോന്നിവാസവും അവിടെ നടമാടിയിരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ജാഹിലിയ കാലഘട്ടത്തെ സംബന്ധിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാത്ത് വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്ന സമൂഹം. അവരിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനാകുന്ന ദീപശിഖയുമായിട്ട് കടന്നു വന്നു. അവർക്ക് ഓതി കൊടുത്തു. അവരെ തസ്കിയത്ത് നടത്തി. മാനസികമായ പരിവർത്തനം അവരിലുണ്ടായി. ഖുർആന്റെ വചനങ്ങൾ കേട്ട് അവരെന്ത് ചെയ്തു? പഴയ അവരുടെ സംസ്കാരങ്ങളൊക്കെ ഒഴിവാക്കി അവര് പുതിയ സംസ്കാര, ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് അവർ കടന്നു വന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമായി വളരെ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ രൂപത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, അല്ലെ, ചൊവ്വായ ആ പാതയിലേക്ക് അവർക്ക് വരാൻ പ്രചോദനമായിരുന്ന കാരണമായി തീർന്ന എന്താണ്? വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. അതാ പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് വഴി നടക്കുന്നത്. അപ്പൊ അങ്ങനെ നടത്താൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മക്കയിലുണ്ടായിരുന്ന ആ ജനതാംഗങ്ങളാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന. പിന്നീട് ഖുർആന്റെ ദൗത്യം എന്താണ്? അത് സന്തോഷവാർത്ത നൽകുന്നു വിശ്വാസികൾക്ക്. എങ്ങനെയുള്ള വിശ്വാസികളാണ്? അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് ആ ഗ്രന്ഥം. എന്താണ്? അന്നലഹും അജ്റൻ കബീറ. വിശ്വാസികൾ, നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത ആ ഗ്രന്ഥം അവരറിയിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസികൾക്ക് എന്താണ് സന്തോഷം? അതാണ് ഇവിടെ പറഞ്ഞത് ബഷീറൻ. ആ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷ വാർത്ത അറിയിക്കുന്നതാന്ന് പറഞ്ഞത്. ഇനി അതിന്റെ അടുത്ത ആയത്ത് നോക്കി, സൂറത്തുൽ ഇസ്രായിൽ തന്നെ 10-ാമത്തെ ആയത്ത്, വഅന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ-ആഖിറ. പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അഅ്തദ്നാ ലഹും അദാബൻ അലീമ. അവർക്ക് വേദനയേറിയ ശിക്ഷ നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും സന്തോഷ വാർത്ത അറിയിക്കാണ് പറഞ്ഞത്. അവർക്ക് മുന്നറിയിപ്പാകും. ആ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുകയാണ്. ശരിയല്ലേ? അപ്പോ ഖുർആൻ എന്താണ്? ബഷീറാണ്, നദീറാണ്. ബഷീറാണ്, നദീറാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് ആ ഗ്രന്ഥം ബഷീർ നൽകുന്നത്? സന്തോഷ വാർത്ത നൽകുന്നത് ആർക്കാണ്? അത് വിശ്വാസികൾക്കാണ്, അല്ലെ? എന്നാൽ ആ ഗ്രന്ഥം ഇൻദാർ ചെയ്യുന്നത് ആർക്കാണ്? മുന്നറിയിപ്പ് നൽകുന്നത് ആർക്കാണ്? സത്യനിഷേധികളായ ആളുകൾക്കാണ് ആ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുന്നത് എന്നുള്ളതാണ്. ശുദ്ധ ഖുർആനിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അപ്പൊ ബഷീറം വനദീർ, അത് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്, താക്കീത് നൽകുന്നതാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫഅറബ അക്തറുഹും ഫഹും ലാ യസ്മഊൻ. അഅറബ എന്ന് പറഞ്ഞാൽ അഅറബ യുഅരിദു ഇഅറാബ് എന്ന് പറയും. എന്താണ്? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക എന്ന് കാണാൻ പറയാം. എന്താണ് അഅറബ എന്ന് പറഞ്ഞാൽ? തവല്ല എന്നർത്ഥം. തവല്ല എന്നർത്ഥം പിന്തിരിഞ്ഞു, അവഗണിക്കാന്നുള്ളതാണ്. ഫഅറദ, അപ്പോൾ തിരിഞ്ഞു കളഞ്ഞു അല്ലെങ്കിൽ അവഗണിച്ചു. അല്ലെ? ഇപ്പോ ഞാൻ നേരത്തെ ഓതിയ ആയത്ത് സൂറത്ത്
തോഹിലായിട്ടാണ്. ഒമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ദൻക. എന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരാണോ അതിനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നത്, ഫഇന്ന ലഹു മഈശത്തൻ ദൻക, അവന് പുതുസായ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. വളരെ എടങ്ങറായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അവനുണ്ടാവുക. അതിന്റെ വാക്കിൽ കാണാം, പിന്നെ ഈ ആളുകളെ നാളെ അല്ലാഹു അന്ധന്മാരായിട്ട് എന്ത് ചെയ്യും? വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമ. അന്ധന്മാർ, കണ്ണ് കാണാൻ കഴിയാത്ത ആൾക്കാരായിട്ട് അള്ളാഹു അവരെ പരലോകത്ത് എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടും, ഈ അവഗണിച്ച ആളുകളെ. അപ്പൊ അവരുടെ ചോദ്യമുണ്ട്, റബ്ബി ലിമ ഹശർതനി അഅമ. റബ്ബി, എന്തിനാണ് ഞങ്ങൾ അന്ധന്മാരായിട്ട് നീ ഒരുമിച്ച് കൂട്ടിയത്? ഒക്കെ കുന്തു ബസീറ, ഞാൻ എല്ലാം കാണുന്ന കാഴ്ചയുള്ള ആളായിരുന്നത്, പിന്നെ എന്തിനാണ്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി എന്താണ്? അത്തത്ക ആയാതുന ഫനസീതഹ വകദാലിക യൗമ തുൻസാ. എന്റെ ആയത്തുകൾ നിന്റെ അരികിൽ വന്നെത്തി. പ്രബോധകന്മാരിലൂടെ പല നിലക്കും വന്നെത്തി. പക്ഷെ ഫനസീതഹ, അതൊക്കെ നീ മറന്നു കളഞ്ഞു, സ്മരിച്ചു. വകദാലിക യൗമ തുൻസാ, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും മറക്കുകയാണ്. അപ്പോ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ നിന്ന് ആരാണോ അതിനെ അവഗണിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നത്, അതിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് അവർക്ക് ഈ നിലക്ക് പ്രയാസകരം. ഇത് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ആ മഈശത്തും ബങ്ക എന്നുള്ളത് ഖബറിലെ ഇടുക്കത്തെ സംബന്ധിച്ചാണെന്നാണ്. ഖബറിൽ എന്തുണ്ട്? ഒരു ഇടുക്കുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഖുർആൻ അവഗണിച്ച ആളുകൾക്ക് എന്തുണ്ടാവും? കൂടുതൽ പ്രയാസങ്ങളായിരിക്കും അവിടെ അവർക്കുണ്ടാവുക എന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പദം അഅറബ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിഞ്ഞു കളഞ്ഞു, അവഗണിച്ചു എന്നാണ്. ഫഅഅറബ, അപ്പോൾ തിരിഞ്ഞു കളഞ്ഞു. അക്തറുഹു, അക്തർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അല്ലെ? കസീർ എന്നതിന്റെ ഇസ്മു തഫ്ദീൽ അക്സർ, ധാരാളം, മഹാഭൂരിപക്ഷം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അക്തറുഹും, അവരിൽ അധികം ആളുകളും, ഫഹും, അപ്പോൾ അവർ, ലാ യസ്മഊൻ, സമിഅ യസ്മഉ, സമഅ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോ ലാ യസ്മഉ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല, അല്ല അവർ ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? ആ ഖുർആൻ കേൾക്കാനോ ഒന്നും അവർ തയ്യാറാവില്ല. ഇനി അഥവാ ആരിൽ കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന ആളുകളെ അതിൽ നിന്ന് പല ന്യായങ്ങൾ പറഞ്ഞ്, അല്ലെ, അവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യണത്. പല നാട്ടിലും പോയിട്ട് എന്ത് ചെയ്യും? പല കഥകളും നോവലുകളൊക്കെ കൊണ്ടുവന്ന് ചെയ്യും, അതിങ്ങനെ വായിച്ചു കേൾപ്പിച്ചു. എന്തിനാണ്? ഈ ഖുർആനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടി. ആ ഒരു പണി മക്കയിലുള്ള മുശ്രിക്കുകളിൽ പല ആളുകളും എടുത്തിരുന്നതാണ്. അല്ലാഹു ഇവിടെ പറയാണ്, ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തായി അവതരിപ്പിച്ചിട്ടുള്ള ആ ഗ്രന്ഥം, അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വചനങ്ങളും വിശദീകരിച്ചു തന്നിട്ടുള്ള ആ ഗ്രന്ഥം, അത് ബഷീറും നദീറുമാണ്. സന്തോഷവാർത്ത അറിയിക്കുന്നതാണ്, അതേപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഫഅഅറദ, അപ്പോൾ തിരിഞ്ഞു കളഞ്ഞു. അക്തറുഹും, അവരിൽ അധികം ആളുകളും. അക്തർ, അല്ലെ? അതിന്റെ ഇതെന്താ വിപരീത ബന്ധാണ്? അക്കല്ല് എന്ന് പറയും. അക്കല്ല്, ഏറ്റവും ഖലീല് അക്കല്ല്, കസീർ അക്തർ എന്നാണ് പറയുന്നത്. ഫഹും, അപ്പോൾ അവർ, ലാ യസ്മഊൻ, അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചെവി കൊടുക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഒന്നുകൂടി നോക്കിയാൽ മൂന്നായത്തിന്റെ അർത്ഥം പറഞ്ഞു. സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു. തൻസീലും, തൻസീൽ എന്ന് പറഞ്ഞാൽ അവതരണം. മിനർ റഹ്മാനിർ റഹീം, എന്താണ്? പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവൻ എന്നാണ് ഇതിന്റെ അവതരണം. കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ്. ഫുസ്സിലത്ത്, വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആയാതുഹു, അതിലെ വചനങ്ങൾ. ഖുർആൻ അറബിയ്യ, അറബി ഭാഷയിലുള്ള
ഒരു പാരായണ ഗ്രന്ഥം എന്ന നിലയ്ക്ക് ലിഖൗമി യഅലമൂൻ, അറിയുന്ന ജനതക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, ബഷീറൻ വനദീറ, ബഷീറ അത് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്, വനദീറ മുന്നറിയിപ്പ് നൽകുന്നതുമാണത്. ഫഅറദ, ഇങ്ങനൊക്കെ ആയിട്ടും ഫഅറദ, എന്നിട്ടും എന്ത് ചെയ്തു? അവഗണിച്ചു, തിരിഞ്ഞു കളഞ്ഞു. അക്സറുഹും, അവരിലധികം ആളുകളും, ഫഹും, അപ്പോൾ അവർ, ലാ യസ്മഊൻ, അവര് കേൾക്കുന്നില്ല. ഇപ്പൊ 4 ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഈ സൂറത്തിന് നമ്മൾ 3 പേരുകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? സൂറത്ത് ഫുസ്സിലത്ത്, ഹാമീം സജദ, സൂറത്തുൽ അഖ്വാത്ത് എന്ന പേരുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മസാബീഹ് എന്നും പേരുണ്ട്. അപ്പൊ 4 പേരുകൾ വെച്ചിട്ട് സൂറത്തുൽ മസാബീഹ്, മസാബീഹ് എന്ന പദത്തിൽ വരുന്നുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് വിളക്കുകൾ എന്നർത്ഥം വരുന്ന മസാബീഹ്, സൂറത്തുൽ മസാബീഹ്. അതേപോലെ തന്നെ സൂറത്തുൽ അഖ്വാത്ത്, പോത്ത്, അഖ്വാത്തും ഭക്ഷണങ്ങളാണ്. അപ്പൊ ഇങ്ങനെ 4 പേരുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ 4 പേരിൽ പ്രബലമായത് ഏതാണ്? സിലത്താണ് എന്നും കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ ഉത്ബത്തുബ്നു റബീഅയെ സംബന്ധിച്ച് കാണാം. അദ്ദേഹം ബദറിലാണ് കൊല്ലപ്പെട്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ എന്തുണ്ട്? കുറെ ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് കാണാം. മകളാണ് ആര്? ഹിന്ദ്. ഹിന്ദില്ല, ഹിന്ദിന്റെ പിതാവാണ് ഉത്ബ. ഹിന്ദിന്റെ ഭർത്താവ് ആരായിരുന്നു? അബൂ സുഫിയാൻ. പിന്നീട് എന്തായാലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ്. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തോടുകൂടി, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണത്തോടു കൂടി കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് എന്ത് കടന്നു വന്നു. അല്ലെ, കുറെ ആളുകളൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ല, ഊങ്ങി നിൽക്കാറില്ല, പുറത്ത് പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ശക്തരായ ഉമറിനെ പോലെയുള്ള, ഹംസ റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഇസ്ലാമിലേക്കാണ് കടന്നു വന്നപ്പോൾ അവർക്ക് ധൈര്യമായി പരസ്യമായിട്ട് പറയാൻ തുടങ്ങി, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുമുണ്ട്. അപ്പൊ അതിനുശേഷം ഇസ്ലാമിലേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ഉള്ളിലൊരു ഭയം. ആളുകളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടുമോ എന്നൊരു പേടി. അപ്പോഴാണ് പിന്നെന്ത് ചെയ്യണത്? ഈ ഒരു മാർഗം സ്വീകരിക്കാൻ, പ്രവാചകന്റെ ഇടയിലേക്ക് ചെന്നിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാണ്. പക്ഷെ ഈ ആയത്തുകളാണ് കേട്ടപ്പോ പോയ ആളെന്ത് ചെയ്തു? ചെറിയ സ്വാധീനമൊക്കെ അയാൾ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അയാൾ ഇസ്ലാം സ്വീകരിക്കാതെ കാഫിറായി മരണപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കും രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഈ 4 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുത്തത്. അപ്പൊ ആയിൽ നിന്ന് 1-2 ആൾക്കാരൊന്ന് ഔദ്യോഗികമായി അവിടെ ഹ നമ്മളെന്ത് ചെയ്തു? മറ്റേ മിനർ റഹ്മാൻ. അവിടെ മിസ്സിണ്ടല്ലോ. بشيرا أكثرهم لا وهم لا يسمعون.
അറബിയ്യൻ ലിഖൗമി, അവിടെ നമ്മൾ മണിച്ചു പോകരുത്, ശ്രദ്ധിക്കണം. ഖുർആനൻ അറബിയ്യൻ ലിഖൗമി, അറബിയ്യൻ ലിഖൗമി യഅലം. ഖൗമി യഅലം നമ്മളെടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ മണിക്കണം. അറബിയ്യൻ ലി എന്നുള്ളിടത്ത് മണിക്കരുത്, ശ്രദ്ധിക്കുക. ഇനി ഓതിക്കോളി. അതിലാണ് നേരാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. നോക്കണം, അതല്ലാതെ അല്ലെ ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. കാരണം അത് പിന്നെ അതിന്റെ ഒരു യുക്തിയായിട്ട് പറയണത്, ഇങ്ങനെ കേവല അക്ഷരങ്ങൾ കൂട്ടിഘടിപ്പിക്കപ്പെട്ട വചനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അറബി ഭാഷയിൽ കഴിവും പ്രാപ്തിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരൊരു വെല്ലുവിളി കൂടിയാണ് അപ്പാണ്. ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അക്ഷരങ്ങൾ അറബിയാണ്, അതിൽ കഴിവുള്ള ആളുകൾക്ക് അത് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു വെല്ലുവിളി കൂടി ഇങ്ങനെയുള്ള വചനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞാൽ നോക്കാം. എല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലൊക്കെ നോക്കണം. ബക്കറയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? ഇസ്ലാമി കിതാബ് പിന്നെ ഖുർആനിൽ മജീദ്, അവിടെയും ഖുർആനെ സംബന്ധിച്ചാണ്. നൂൻ ഏതാണ്? ഷുറാണ്. അല്ല, ഖുർആനുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളല്ലേ വിഷയങ്ങൾ അല്ലേ? യാസീനൊക്കെ കുറെ വിശദീകരണങ്ങൾ കാണാം. യാസീന് സുൽത്താന്റെ പേരാണ് എന്നൊക്കെ പറയാണ്ട് അങ്ങനെ കുറെ, അതൊന്നും എന്തല്ല ശരിയായ റിപ്പോർട്ടിലൂടെ വന്ന തന്നെ. ഈ സൂറത്തിനും ചില പോരിശകളൊക്കെ പറയണം, പക്ഷെ അതൊന്നും പ്രമാണങ്ങൾ ഹദീസ് കൊണ്ട് സ്ഥിരീകരിക്കപ്പെടാത്ത ചില കാര്യങ്ങളാണ്. ഓക്കെ, അതിനവിടെ ശ്രദ്ധിക്കേണ്ടത് തൻസീൽ ഓതുമ്പോൾ അവിടെ നൂന് സാക്കിനയാണ്. അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെച്ച് ഓതണം. അവിടെ വ്യക്തമാക്കി ഓതണമെങ്കിൽ അവിടെ എന്ത് കാണാമായിരുന്നു? നമുക്ക് ആ നൂനിന്റെ പുള്ളിക്ക് ശേഷം ഒരു സുക്കൂന്റെ അടയാളം അവിടെ കാണാമായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൻസീൽ എന്ന് ഓതാം. ഇവിടെ അതില്ലാത്ത കാരണത്താൽ എന്ത് ചെയ്യണം? തൻസീൽ എന്നാണ് ഓതുന്നത്. തൻസീലും ആ
ലാമിന് തൻവീനാണ്. ആ തൻവീന് ശേഷം വന്ന അക്ഷരം മീമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ തൻവീനെ മീമിലേക്ക് ചേർത്ത് നമ്മൾ മണിച്ചുകൊണ്ട് ശബ്ദം നൽകി ഓടാമെന്നാണ്. അതുപോലെ കിതാബും ഫുസ്സിലും അവിടെ അവ്യക്തമായി ഓടണം. നൂൻ സാക്കിന് ശേഷം ഫ എന്ന അക്ഷരമാണ്, ഫ ആണ് അവിടെ. അപ്പൊ കിതാബും ഫുസ്സിലത്ത് എന്ന് ഓടാം. ഫുസ്സിലത്ത് എന്ന് അതായത് ഫുസ്സിലത്ത് ആയാത്തുഹു എന്ന്. പിന്നെ ഖുർആനൻ അറബിയൻ, അവിടെ ഖുർആനൻ എന്ന് വ്യക്തമാക്കി ഓടണം. അതുകൊണ്ടാണ് ആ 10 തൻവീൻ ഒരേപോലെ കൊടുത്തിട്ടുള്ളത്. ഇൽഹാർ ചെയ്യാൻ വ്യക്തമായി ഓതേണ്ട ഭാഗത്തൊക്കെ ഒന്നുണ്ടാവും, 2 ഫത്ഹാണെങ്കിൽ ആ 2 ഫത്തും ഒരേപോലെ കൊടുത്തിട്ടുണ്ടാവും. വ്യക്തമായി ഓതാൻ പാടില്ലാത്ത സ്ഥലത്താണ് എങ്ങനെ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? അടയാളങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയല്ല, അതാണ് അതിന് ശേഷം നോക്കി അറബിയൻ എന്നുള്ളിലും ആ തൻവീൻ എങ്ങനെ നിൽക്കണം, ഇങ്ങനെയാണ് തെറ്റിയിട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ വ്യക്തമാക്കി ഓതാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ലിഖൗമി യഅലമൂൻ, അവിടെ നിന്ന് ആ മീ എന്നുള്ള കസ്ർ തൻവീനെ യായിലേക്ക് ചേർത്തിട്ട് മണിച്ചുകൊണ്ട് ലിഖൗമി യഅലമൂൻ എന്നാണ് ഓതേണ്ടത്. പിന്നെ ബഷീറൻ വനദീറൻ, ബഷീറൻ എന്നുള്ള ആ തൻവീനെ വാവിലേക്ക് ചേർക്കുക. അപ്പൊ ബഷീറൻ വനദീറൻ ഫഅറ, നദീറൻ കഴിഞ്ഞിട്ട് പിന്നെന്താണ്? ഫാവുണ്ട്, ഫൈന്റെ അക്ഷരാണ്. അപ്പൊ അവിടെ അവ്യക്തമാക്കി നദീറൻ ഫഅറ എന്നാണ് പറയേണ്ടത്. ഫഹും ലാ യസ്മഊൻ. ഇനി ഒന്നുകൂടി എല്ലാവരും ഒന്ന് ഒരുമിച്ച് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നമുക്ക് ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരുന്നു. അപ്പൊ പിന്നെ ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. പറയുമ്പോൾ ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോർഡിന്റെ ഇത് കിട്ടുകയാണെങ്കിൽ അല്ല മറ്റേത് പഠിച്ചാൽ മതി. ഇതുണ്ടല്ലോ സ്കെച്ച് മാർക്കർ. അപ്പൊ നമുക്ക് ചില വാക്കുകളെ കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കും ചെയ്യും. ഓക്കെ, ഒന്ന് ഒരുമിച്ച് നോക്കിയിട്ട് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم تنزيل من الرحمن الرحيم. كتاب فصلت آياته قرآنا عربيا لقوم يعلمون. بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب